ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ. ആമേൻ, സ്തോത്രം. ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ. ആമേൻ, സ്തോത്രം. അനേക വിഷയങ്ങളുണ്ട് ദൈവസന്നിധിയിൽ കടന്നു വന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് ഒരുക്കിയ സാവകാശത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. Amen. I praise and thank the Lord for everyone who's gathered in the house of the Lord to be able to worship the Lord today. ഇന്ന് പകൽക്കാലം അല്പസമയം നമുക്ക് വചന ധ്യാനത്തിനായി പ്രൈസ് ദി ലോർഡ് വേർതിരിക്കുമ്പോൾ ദൈവങ്ങളെ സ്തോത്രം കേട്ട് പോകുവാനില്ല. ആമേൻ. അത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ കർത്താവിന്റെ ശക്തിയുള്ള ദൈവത്തിന് മുമ്പാകെ ആയിരിക്കുന്നത്. And we sit before an all-powerful God. പകലത് വ്യക്തമായി നമ്മൾ കേട്ട് കഴിഞ്ഞു. And we've heard that very powerfully this morning. നിരൂപണങ്ങളെ പോലും അറിയുന്ന ഒരു കർത്താവുണ്ട്. He is a God who knows our thoughts from afar off. നമ്മളെ തിരഞ്ഞെടുത്ത ഉദ്ദേശം കർത്താവിന് നല്ലതുപോലെ അറിയാം. And God even knows the purpose of why He has called us. ആ ഉദ്ദേശത്തിന് ആമേൻ വിളിയുടെ ആശയക്കനുസരിച്ച് നമ്മൾ വളർന്നിട്ടുണ്ടോ വളരുന്നുണ്ടോ എന്നും ആമേൻ നമ്മളെ കാണുന്ന ദൈവമുണ്ട്. And He is also a God that knows if we are growing up into our calling that He has called us with. നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് സ്തോത്രം സമ്മിശ്രമായ അനുഭവങ്ങൾ, ഒരു ആമേൻ അനിശ്ചിതത്വത്തിന്റെ അല്ലെങ്കിൽ ഒരു ഉറപ്പുമില്ലാത്ത ആമേൻ നിശ്ചയമില്ലാത്ത ഒരു ജീവിത യാത്രയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. And we live in an age that is a rather aimless or directionless age. ഇന്ന് പകൽ കേട്ടോ സ്തോത്രം ഓടുന്നവർ അനേകരുണ്ട്, ബിരുദം പ്രാപിക്കുന്നവരൊക്കെ ചുരുക്കമാണ്. As we heard early today that there are many that run the race but there are very few that obtain the victory. ഓടുന്നവരായിട്ട് പരാജയപ്പെട്ടു പോകുന്ന ഒരു സഭയായി തീരരുത്, വ്യക്തികളായി തീരരുത്, ഓടി ജയിക്കുന്നവരായി തീരുവാൻ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. And let us remain in an attitude of prayer as those who run the race, not to lose but to be individuals in a church that wins at this race. കാലഘട്ടത്തിന്റെ ഒഴുക്കിൽപ്പെട്ട് അനിശ്ചിതത്വത്തിൽ അല്ലെങ്കിൽ ഒരു നിശ്ചയമില്ലാതെ കാലം ഓടുമ്പോൾ അതിൽപ്പെട്ട് കുഴഞ്ഞു പോകാതെ ദൈവത്തിൽ ആശ്രയം വെച്ച് ഒരു നിശ്ചിതമായ ലക്ഷ്യത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നവരാകട്ടെ നമ്മൾ ഓരോരുത്തരും. And not only as this age and this generation is wandering around aimlessly, let us be those who have a focus and a direction and a purpose these days as we move forward. ആമേൻ. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വ്യക്തമായ ഒരു കാര്യമുണ്ട്. And so we must really come to an awareness of this thing. ഏത് പ്രശ്നങ്ങൾ നമ്മളെ വന്ന് മൂടിയാലും നമ്മളെ തകർത്ത് കളയുവാൻ വെല്ലുവിളിച്ചാലും, and that no matter what trouble comes, to be able to bury us or to challenge us and call us out. ഇന്ന് പകൽക്കാലം നമ്മൾ ലോകത്തോട്ട് നോക്കുമ്പോൾ സയൻസ് പരമായി ടെക്നോളജിക്കൽ പരമായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ ശാസ്ത്രീയപരമായും രാഷ്ട്രീയപരമായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. And no matter whether we look at philosophy or politics or science or any of the other areas of study, one thing is for certain, that the return of our Christ is very soon. And so for our thoughts today, we turn to Revelation chapter 22 verse 10, and it reads like this. And then he said to me, do not seal up the words of this prophecy of this scroll, because the time is near. And regarding this time, God gave Daniel a particular prophecy. And in Daniel chapter 12 verse 4, he says like this. But you, Daniel, roll up and seal the words of this scroll until the time of the end. And the one day that this scroll was sealed up, let there be another day where that seal is broken and read. And in the final revelation, John is writing that this book, this scroll can no longer be sealed because the time is near. Do not seal this scroll. And David wrote in his psalm such as this. And in Psalm 102 verse 13 he says like this. And you will arise and have compassion on Zion.
സമയം വന്നിരിക്കുന്നു. Because it is time for you to show favor to her. അതിൽ മുന്നോട്ടുള്ള വാക്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ, And as we look at the verses that are before that, ഒരു കാരണവശാലും ഭക്തന് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യം. and that is a time where the righteous cannot live. അതിന് 1, 2, 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, And when you look at verses 1, 2, 3 up to 6, അവന്റെ അസ്ഥികൾ ഭ്രമിച്ചു പോകുന്ന ഒരു അനുഭവം, and it is where his bones are being broken. നിന്ദയുടെയും പണിയുടെയും ഒരു അനുഭവം, And it is a time of persecution and suffering. നിലവിളി തുടങ്ങുന്നത് തന്നെ കർത്താവേ നിന്റെ മുഖം എനിക്ക് മറക്കരുതേ. And even the beginning is a cry, Lord, do not hide your face from me. അതിന്റെ 6ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 102ന്റെ 6ാമത്തെ വാക്യം വായിക്കുമ്പോൾ, And when you read Psalm 102 verse 6, it says, അവൻ അവിടെ വായിക്കുന്ന പ്രകാരമാണ്, and it reads ഒരു like this, വേഴാമ്പൽ മരുഭൂമിയിൽ വെള്ളത്തിനായി കാത്തിരിക്കുന്നത് പോലെ, and just as a pelican is waiting in the wilderness, ശൂന്യസ്ഥലത്ത് മൂങ്ങ പോലെ തന്നെ ഞാൻ ഇരിക്കുന്നു. and I am just like an owl that is waiting out in the wilderness. അതിന്റെ ഇംഗ്ലീഷിന്റെ വ്യാഖ്യാനം നോക്കുമ്പോൾ, And when you look at the words there, particularly in English, പെലിക്കെന്നുള്ള വാക്ക്, വത്സരം എന്നുള്ള വാക്കിന് അൺസർട്ടൻ എന്ന് പറയുന്നത്, and that the meaning of that term pelican means uncertainty. ഒരു നിശ്ചയമില്ലാതെ വേഴാമ്പൽ പോലെ കാത്തിരിക്കുകയാണ്. And we are sitting as a pelican without certainty in the എന്ത് wilderness. സംഭവിക്കുമെന്ന് പറഞ്ഞ് വേഴാമ്പൽ കാത്തിരിക്കുന്നത് പോലെ, എങ്ങനെയായി തീരുമെന്നുള്ള ചിന്തയിൽ ഭാരത്തോടായിരിക്കുന്നത് പോലെ, And just as we do not know what's going to happen and we are burdened and troubled as that pelican, വിളിച്ചു വേർതിരിക്കപ്പെട്ട ജനം എന്തായി തീരുമെന്ന് വെമ്പലോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ, and as we are a people that have been called out and we are in this process and season of waiting, ദാവീദ് പറയുക 13ാമത്തെ വാക്യത്തിൽ, and David is saying there in the 13th അവൻ verse, എഴുന്നേറ്റ് സീയോനോട് കരുണ കാണിപ്പാനുള്ള കാലം വന്നിരിക്കുന്നു. അതെ, അവൻ ആ സമയം വന്നിരിക്കുന്നു. and that the time to rise up and to show compassion to Zion has arrived. Yes, it has come. അവൻ ആ അപ്പോയിന്റഡ് സമയം, ആ കാലം വന്നിരിക്കുന്നു. That appointed time period has arrived. ദൈവമക്കളെ, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. Brothers and sisters, the time of Christ's return is very near. ഒരു വേഴാമ്പൽ വല്ല ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് പോലെ, And just as that pelican is awaiting, അവന് മഴയുണ്ടെങ്കിൽ അവർ ജീവിക്കാൻ കഴിയുകയുള്ളൂ. and only if he has that rain that falls can he survive. ഭാരത്തോടിരിക്കുകയാണ്. He is waiting there with a great burden. ശൂന്യസ്ഥാനത്ത് മൂങ്ങായിരിക്കുന്നത് പോലെ, And just as the owl is waiting in the desert, നിരാശയിലും ഭാരത്തിലും ഇരിക്കുമ്പോൾ, as he is sitting there in suffering and a great heaviness, അന്നത്തെ കാലഘട്ടത്തെ കുറിച്ച് ചിന്തിച്ച് മുന്നോട്ട് പോയാൽ, and when we think about the age that we live in, നമ്മുടെ ഈ വേവലാതി പ്രകാരമൊക്കെയാണ്. and we are just like that owl there in the wilderness. രാഷ്ട്രീയപരമായി, സാമ്പത്തികപരമായി, സാമൂഹികപരമായി എന്തായി തീരും ഇതിന്റെ ഭാവി? And what will happen politically and physically and wealth-wise? What will happen? എന്നാൽ സിയോനിൽ നിന്ന് വേർതിരിക്കപ്പെട്ട സഭയോട് ദൈവാത്മാവ് പറയുന്നു, But that church that is called apart and set apart is Zion. അവന് നമ്മോട് കൃപ കാണിപ്പാനുള്ള കാലം വന്നിരിക്കുന്നു. അതെ, ആ കാലം വന്നിരിക്കുന്നു. But that it is time for him to show compassion to us. Yes, this is the appointed time. ദൈവം നിശ്ചയിക്കപ്പെട്ട സമയം വന്നിരിക്കുന്നത് കൊണ്ട്, And because the appointed time has come to pass, അതിന് യുദ്ധങ്ങളും യുദ്ധശ്രുതികളൊക്കെ കേൾക്കുമ്പോൾ, and when you hear of wars and rumors of ഒരു wars, സാമാന്യ ബുദ്ധിയുള്ള ജനത്തിന് മനസ്സിലാക്കാൻ കഴിയും, that a reasonable and the people can understand അതെ, ദൈവം നിശ്ചയിക്കപ്പെട്ട സമയം വന്നിരിക്കുന്നു. that this is a time that God has appointed. അതുകൊണ്ട് സിയോനെ ദൈവമേ നാം എന്താ ചെയ്യേണ്ടത്? Therefore, child of God, O precious Zion, what must we do? ഒന്ന്, നമുക്ക് നാളുകളെ എണ്ണുവാൻ തക്കവണ്ണമിടയാകണം. First, we must learn to number our days. നമ്മുടെ നാളുകളെ എണ്ണുവാൻ തക്കവണ്ണമിടയാകട്ടെ. And let us be people who count our days. ഏത് പ്രതിസന്ധിയുടെ മേഖലകളിലും അവൻ തലതാഴ്ത്തുന്ന അനുഭവങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോഴും ഒരു കാര്യം നാം ഓർക്കണം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നാളുകളെ ഒന്ന് എണ്ണുവാൻ ഒരു പരിജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണമേ. And Lord, fill me with the wisdom no matter what is going on around me, whatever suffering or persecution, to number and count my days. ഒന്ന്, നാളുകളെ എണ്ണുക. First is to number my days. രണ്ട്, ആമേൻ, സ്തോത്രം, അതിനായി നമ്മുടെ ജീവിതത്തെ ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ആ പ്രോഗ്രാമിന് വേണ്ടി ഒന്ന് പ്ലാൻ ചെയ്യുക. And the second is to prepare early for what awaits us.
ആമേൻ സ്തോത്രം കർത്താവ് ആമേൻ സ്തോത്രം സിയോനോട് കൃപ കാണിക്കുന്ന കാലം വന്നിരിക്കുന്നു എന്ന് പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുമ്പോൾ and as God is writing that the time has been appointed for Zion about the Old Testament believers. പുതിയ നിയമവിശ്വാസികളാണ് ഇസ്രായേലിന് വേണ്ടി കർത്താവ് പറയുകയാണ് വചനം പറയുന്നത് ആമേൻ സ്തോത്രം കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു ആമേൻ സ്തോത്രം ദിവസങ്ങൾ ആമേൻ കർത്താവിന്റെ വരവിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നു എന്നുള്ള പൂർണ്ണമായ ഒരു ബോധ്യം ഇന്ന് പകൽക്കാലം നമ്മളെ ഭരിക്കണം. And so the Spirit of God is reminding us to come to that awareness that the return of Christ is imminent and very near to us these days. നമ്മൾ അറിഞ്ഞിരിക്കുന്ന പരിമിതമായ അറിവുകളേക്കാൾ അപ്പുറമായി ആമേൻ സ്തോത്രം ദൈവത്തിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നുവെന്ന് ദൈവസഭയെ നമ്മൾ മറന്നു പോകരുത്. And more than any type of knowledge that we can acquire or attain, the Church of God needs to remember that return of Christ is closer than we think. ആമേൻ സ്തോത്രം നമ്മുടെ അറിവിനേക്കാളൊക്കെ അധികമായി ആമേൻ സ്തോത്രം ഒരു കാര്യം നമ്മൾ നിശ്ചയിച്ച് ഉറപ്പിക്കുക. നമുക്ക് ചില അറിവുകൾ പരിമിതികളുണ്ട്. ഇത്ര വർഷം കൊണ്ട് പറയുന്നില്ലേ എന്തിയെന്നൊക്കെ ചോദിക്കുന്ന ചിന്തകൾ ഉണ്ടാകാം. എന്നാൽ അതിനൊക്കെ അപ്പുറമായി അറിവുകൾക്കപ്പുറമായി എന്റെ ദൈവത്തിന്റെ വരവ് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമെന്ന് ഓരോ ദൈവങ്ങളും ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. And though we have heard many times many people saying that the coming of the Lord is very near, and we have thought to ourselves, he has not come yet, but yet we need to be able to prepare and to come to that awareness that God's return is very imminent and near to us. അതേ ദൈവമക്കളെ അതിനുള്ള കാലമായി. And brothers and sisters, and in that time is very near. അതിനുള്ള സമയമായിരിക്കുന്നു. It is very near and at hand. ആ പ്രത്യാശയായി തന്നെ പിടിച്ചു നിർത്തുന്നത്. And it is that hope that is holding me steady today. ആ പ്രത്യാശയായിരിക്കും നമ്മളെ ഓരോരുത്തരെയും പിടിച്ചു നിർത്തുന്നത്. And it is that hope that is filled within each and every one of us, holding us close. ആ ഒരു പ്രത്യാശ വളരെ അപ്പുറം നിൽക്കുന്ന ഒരു അനുഭവത്തിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ And as we continue on in our lives, it is that hope that is there that bears us. ആ പരിമിതമായ അറിവിനേക്കാൾ ഏറ്റവും ആസന്നമായിരിക്കുന്നു കർത്താവിന്റെ വരവെന്ന് ആമേൻ ഓരോ ദൈവവൈദ്യനും മനസ്സിലാക്കണം. And let us know that over and above any understanding of his return, that return is imminent. ആമേൻ സ്തോത്രം. അങ്ങനെ ബൈബിളിൽ ചില പരാമർശങ്ങളുണ്ട്. പ്രൈസ് ദി സ്തോത്രം. കഴിഞ്ഞുപോയ ചില കാലങ്ങളെ കുറിച്ച് ദൈവം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. And the word of God is filled with examples of seasons that have gone before us. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങൾ വളരെ വിലപ്പെട്ട കാലഘട്ടങ്ങളായിരുന്നു. And those seasons that have gone before us are very precious. ഒന്നാമത്തെ സീസൺ കാലഘട്ടം എന്ന് പറയുന്നത് കൃപയുടെ കാലമാണ്. And that first season that Scripture speaks about is the season of grace. ആമേൻ. നമ്മുടെ എല്ലാ ജീവിതത്തിൽ വിലപ്പെട്ടതായ ഒരു കൃപയുടെ കാലഘട്ടം ഉണ്ടായിരുന്നു. And there was a time and a season in each of our lives where grace was very valuable to us. ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം പ്രാപിച്ച ഒരു കാലം എന്ന് പറയുന്നത് കൃപയുടെ കാലമായിരുന്നു. And that great blessing that we obtained was during that time and that season of grace. ആ കൃപയുടെ കാലം എന്ന് പറയുന്നത് ഏതെങ്കിലും ഭൗതികമായ നേട്ടങ്ങളോ അനുഗ്രഹങ്ങളോ അമേരിക്ക വന്നതോ അല്ല. മറിച്ച് ആമേൻ സ്തോത്രം എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത് പോലെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നമ്മെ അവൻ ഉയർപ്പിച്ച് അവനോടുകൂടെ സ്വർഗ്ഗസിംഹാസനത്തിൽ ഇരുത്തിയിരിക്കുന്ന ഒരു വലിയ കൃപ. And it is not some grace that we have obtained any financial or material wealth or even came to the U.S. But as it is written in Ephesians 2:1, that we were dead in our trespasses and our sins, and he has saved us and now seated us in the heavenly places. ഏതെങ്കിലും പരിമിതമായ അറിവുകൾ വെച്ച് ഭൗതികമായ നന്മകളിൽ ഉയർച്ച പ്രാപിച്ചുവെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടുവെങ്കിൽ അവൻ രോഗങ്ങൾ സൗഖ്യമായെങ്കിൽ അതാണ് വലിയ അനുഗ്രഹമെന്ന് പറയുവാനല്ല. മറിച്ച് ദൈവം നമ്മളോട് കൃപ കാണിച്ച ഒരു കാലമുണ്ടായിരുന്നു. തീയിൽ നിന്നും ചേറ്റുകുടിയിൽ നിന്നും വലിച്ചെടുത്ത് എന്റെ കർത്താവിനോട് കൂടെ ഇരുത്തിയ ആ കൃപയുടെ കാലം. And it is not that with our limited knowledge that we have attained any wealth or that we have obtained any healing on our own, but the greatest blessing comes from that season of grace where we were redeemed from the fire and Christ seated us with him in heavenly places. അത് ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണെന്ന് ഇന്ന് പകൽ മനസ്സിലാക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And I thank the Lord for those children of God who understand that only happened because of
of His amazing, tremendous grace. ഞാൻ രോഗികളെ കാണുമ്പോൾ ചോദിക്കാറുണ്ട്, യേശുവിനെ അറിയാമോ? And whenever I come across people who are sick, I often ask them, do you know Jesus? യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ടൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ? Have you accepted the Lord Jesus Christ as your personal Savior? അപ്പോൾ വളരെ സന്തോഷത്തോടെ പറയും. ചിലര് നികത്തിയായിരിക്കും, ചിലര് പറയും, ഓ വളരെ സന്തോഷത്തോടെ, yes, my Jesus എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, this is the greatest privilege that you receive in this earth. ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റിയ ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന് പറയുന്നത് ഇന്ന് നീ രോഗത്തിന്റെ സൗഖ്യം പ്രാപിക്കുന്നതല്ല, നന്മ പ്രാപിക്കുന്നതല്ല, മറിച്ച് എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ആ കൃപ നിന്റെ മേൽ വന്നതത്രേ ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന് പറയുവാനായിട്ട് ഇടയായി. And as they say yes and they've received Christ, I often remind them that the greatest privilege that you have is not being healed from your sickness, but coming and entering into that relationship with Christ as He becomes the Savior of your life. ആമേൻ. നമ്മളെ ജീവിപ്പിച്ച രക്ഷയുടെ കാലം അല്ലെങ്കിൽ രക്ഷയുടെ കൃപാകാലത്തെ ഒന്ന് പകൽക്കാലം നാം ഒന്ന് ഓർക്കണം. And we need to remember that time and season of grace that we had entered into in our life. ആമേൻ. ആ കാലം നമ്മുടെ പ്രധാനപ്പെട്ട കാലമായിരുന്നാൽ പോലും വേറൊരു തരത്തിൽ ഒന്ന് പറഞ്ഞു നോക്കിയാൽ നമുക്ക് പറയാൻ കഴിയും, ആ കൃപയുടെ കാലം, ആ കൃപ എന്റെ മേൽ വരുന്നതുവരെ എന്നെ സൂക്ഷിച്ച ദൈവത്തിന്റെ കരുണ, അവന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And even before that time of grace, you have time to rejoice by saying that even before I came into that period of grace, it was God's hand that kept me safe and brought me into this relationship in this time period that I accepted Him. അറിഞ്ഞിട്ടും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ കൃപയുടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത് എന്ന് നമുക്കൊന്ന് തിരിച്ചറിയാൻ കഴിയത്തില്ലേ? And can you not even discern that it was after how many years after you heard that message that you came to this time of grace? ആ കൃപ എന്റെ മേൽ കടന്നു വരുവാൻ അതുവരെയും നമ്മളെ സൂക്ഷിച്ച ദൈവത്തിന്റെ കൃപയുണ്ട്. And there was a time of God's grace that kept us safe and protected us until that point of salvation in our lives. നമ്മൾ ചുരുക്കം പേരൊക്കെ ഇതിനകത്ത് ജനിച്ച് രക്ഷിക്കപ്പെട്ടു പോയ, എന്നാൽ സ്തോത്രം ഹല്ലേലൂയ, അനേക വർഷങ്ങൾ എന്റെ പിതാവ് 13 വർഷത്തോളം പ്രാർത്ഥനയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി. ഞാൻ പറഞ്ഞതെന്നാൽ അപകടങ്ങൾ, വസൂരി, അതൊക്കെ കടന്നു വന്നപ്പോഴും ദൈവം കൈവിടാതെ വിടിവിച്ച് ആ കൃപയുടെ കാലം വരെ നിർത്തിയ ഒരു ദൈവത്തിന്റെ സ്നേഹം. And there were some that were born into this faith, but people like my father, who was prayed for 13 years to come into this faith, and didn't God lead and protect against all accidents and circumstances so that they may come to know salvation? അതുകൊണ്ടൊരു ഭക്തൻ പാടിയില്ലേ, and so didn't a righteous man sing like this? മരിച്ചു പോയെങ്കിൽ അവൻ ആ പാട്ട് പാടിയതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, അവൻ ഇതിനു മുമ്പ് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ, ഓ ഹല്ലേലൂയ, സ്തോത്രം, ഇത് പൂർണ്ണമായി അറിഞ്ഞെന്റെ കർത്താവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ്, ആ രക്ഷയുടെ കാലം, ജീവിപ്പിക്കുന്ന കാലം എന്റെ മേൽ വരുന്നതിന് മുമ്പ് അവനെ സൂക്ഷിച്ചു പരിപാലിച്ച് നിർത്തിയ എന്റെ ദൈവത്തിന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. And if I had died before I came to salvation, but no, it was a God who kept me and protected me until I can come into this time of grace and salvation before my God. And I praise the Lord for that season of grace. മറന്നു പോകരുത്, അത് കിട്ടുമ്പോഴേ നമുക്ക് സ്തോത്രം സ്തുതി വരത്തുള്ളൂ. എന്നാൽ അതിനൊക്കെ അപ്പുറമായി കോടിക്കണക്കിന് വെയിറ്റുള്ള ഈ അനുഗ്രഹം എനിക്ക് കർത്താവ് തന്നതിനാൽ ഞാൻ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് പറയുവാൻ ഇന്ന് പകൽക്കാലം സഭ തയ്യാറാകട്ടെ, നമ്മൾ തയ്യാറാകട്ടെ. And as the church, we need to remember it's not because of the material blessings that we have been poured out upon that we should rejoice, but to remember that this weighted, precious gift of God's grace is the reason why we should rejoice today. And the second season we speak of is a season of restoration. And when we read the book of Joel chapter
1 verse 4 and chapter 2 verse 25. And what Joel is writing about the children of Israel. And what the locust swarm had left, then the green locusts have eaten, and what the great locust had left, then the young locust had eaten it. And it was a time where everything was just wasting away. And when we read chapter 2 verse 25, and this is what the prophet says to Israel. And all those times that the locusts came one after another, eating up everything, I will repay you for all of that. That is a season of restoration that God had ordained. And as they walked in that land, and as they had lost much due to famine and due to pestilence and all sorts of different things, there was a time that the Lord repaid them all for that. And child of God who had initially stepped into a season of grace and came to know the Lord, and as you journeyed along your life and you have come to a point where you feel like you have lost everything in your life, there is a God who is telling you that there is a season of restoration that has been appointed to you. And we see that restoration being given back to Job. And he returned what was lost to Job back in a double portion. And eventually there's a testimony that is said there. And I had only heard about you. But today I see you with my very own eyes. And this afternoon we have a testimony to share. Aren't we people who have experienced the restoration of things that have gone away from us by the hand of the Lord? And let us praise this God who has returned to us double portion those things that have been taken away from us. He has restored them back to us. And it was simply not hearsay, but it was something that we experienced with our own eyes. If God had given us grace in that season, and today, this afternoon, through Holy Scripture, we can understand that our God is one who restores that in which we have lost. And as we read further in Joel, if their face and the glory on their face was not diminished, but they were able to never be ashamed, and God instilled them favor. And in these days, we ourselves can stand up and say a testimony. Everything has been eaten and wasted away. And I didn't even think anything can blossom and sprout up. And as we heard yesterday, that this is a place where we think that everything had ended.
ചിന്തിച്ചത്. And I even thought that there would not even be a stalk that could rise up out of it. എന്നെ സകലതും തകർത്തതിനകത്തുനിന്ന് ഒരു മുളയെ പുറപ്പെടുവിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. But even if everything is destroyed, he is able for that shoot, that stalk to rise up. അത് മുള മാത്രമല്ല, അത് പടർന്ന് പന്തലിക്കത്തക്ക നിലയിൽ എന്റെ ദൈവം അനുഗ്രഹിക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനത്രേ. And not only is that stalk that rises up, but it can bloom and blossom and cover me. God is able to do that. ഇസ്രായേൽ മക്കളെ നിങ്ങളെ തിരഞ്ഞെടുപ്പാൻ ഒരു കൃപയുണ്ടായിരുന്നു. And there was a grace there to call you out, O Israel. നഷ്ടപ്പെട്ടത് മൊത്തം തിരിച്ചു തരുവാൻ ഒരു കൃപ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. And there was a special grace there to bring restoration to that which was lost. പുതിയ നിയമ ഇസ്രായേലിനെ നമുക്ക് വേണ്ടിയിട്ട് കർത്താവ് കൃപ കാണിച്ചതിനാൽ അവർ രക്ഷിക്കപ്പെട്ട് അവർ ജീവനുള്ള ദൈവമക്കളായി അവനോട് ഒത്തുജീവിപ്പാൻ തക്കവണ്ണം ഒരു കൃപ നമുക്ക് തന്നു. And New Testament Israel, he has not only given us that grace to be saved, but to live in holiness with him. രണ്ടാമത്തെ കാലഘട്ടം പ്രൈസിൽ ഞാൻ പറഞ്ഞതുപോലെ സകലം നഷ്ടപ്പെട്ടെന്ന് തോന്നിയ സ്ഥാനത്ത് അവൻ ഇരട്ടിയായി തന്ന് അനുഗ്രഹിച്ച ഒരു ദൈവം. And as I mentioned, the second one was a season in which we thought everything was destroyed and gone, but it was a time of restoration. എന്നാലും ചില മുളകൾ പൊട്ടാൻ കഴിയാതെ അസ്തമിച്ചിരിക്കുന്നതായ ചില അനുഭവങ്ങളിൽ നിന്ന് എന്റെ ദൈവത്തിന്റെ ആലോചന ഇന്ന് രാവിലെക്കാലം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. അസ്തമിച്ചെന്ന് തോന്നിയെടുത്ത് സകലം തിന്നു കളഞ്ഞെന്ന് തോന്നിയ സ്ഥാനത്ത് വർഷങ്ങൾ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒരു മുളയെ ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി നിന്റെ ഭവനത്തിനകത്ത് നിന്റെ തലമുറക്കകത്ത് വരുത്തുവാൻ എന്റെ ദൈവം ശക്തനെന്ന് ഇന്ന് പകൽ മറന്നു പോകരുത്. And do not forget that in those places where total devastation had taken place, that God is still able to not only raise up a stalk, but to cause it to bloom, and within your families, within your generations, within your households, in your lives, God is able to restore it. ആമേൻ. മൂന്നാമതായിട്ട് പ്രൈസിലോട് പറയുന്ന ഒരു മാനസാന്തരത്തിന്റെ ഒരു കാലം. And third, the word of God speaks of a season of repentance. ആമേൻ. സ്തോത്രം. നിങ്ങളെ തെരഞ്ഞെടുത്തു. And he called you. ആമേൻ. ഹല്ലേലൂയ. കൃപ നിങ്ങളുടെ മേൽ പകർന്നു തന്നു. And he poured out his grace upon you. ഞാൻ നിങ്ങളെ നഷ്ടങ്ങളിൽ നിന്നെല്ലാം വീണ്ടെടുത്തു. And he redeemed you from all of the calamities. ആമേൻ. പിന്നെയും ദൈവത്തിന്റെ ആലോചന നമ്മളോട് പറയുകയാണ്. And still even today the word of God is telling us. ഇസ്രായേൽ മക്കളോട് പറഞ്ഞതുപോലെ തന്നെ And just as he told the children of Israel മാനസാന്തരത്തിനും മടങ്ങി വരവിനും ഒരു കാലമുണ്ട്. that there is a season for repentance and return. കാരണം എഴുന്നേറ്റു. ആമേൻ. സ്തോത്രം. വലിയ സമയം ഏറ്റവും ആസന്നമായിരിക്കുന്നു. And because the time is drawing ever so near. appointed time വന്നിരിക്കുകയാണ്. That appointed time has arrived. വരുവെന്നല്ല, വന്നിരിക്കുന്നു. It's not that it will come, but it has arrived already. അതുകൊണ്ട് ഇത് സുപ്രസാദ കാലമാണ്. And so this is a crucial time, a moment. മാനസാന്തരപ്പെട്ടവർ എന്തിനാ മാനസാന്തരപ്പെടുന്നതെന്ന് ചോദിക്കുമായിരിക്കാം. And you may say, why do people who have repented need to repent again? മാനസാന്തരപ്പെട്ടവർ ദിനംതോറും മാനസാന്തരപ്പെടേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. And it is important that those who have already repented continue in that repentance. ഞാൻ പലപ്പോഴും പറയാറുള്ളത്, മാനസാന്തരപ്പെട്ടവർ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ മാനസാന്തരപ്പെടാത്തവർ ഒരിക്കലും മാനസാന്തരപ്പെടുകയില്ല. And I say that those who have already repented need to continue in that repentance. Otherwise, those who have not repented will not repent. യെരമ്യാ പ്രവചനം 3:12 വാക്യം വായിക്കുമ്പോൾ, And when we read the book of Jeremiah chapter 3 verses 10 through 12, മടങ്ങി വരുന്നവരോട് കരുണ കാണിക്കുന്ന ഒരു ദൈവം. he is a God who shows faithfulness to those who return and repent. ഇസ്രായേൽ മക്കൾ ഇസ്രായേൽ രണ്ടായിട്ട് തിരിഞ്ഞു. ഇസ്രായേലും യഹൂദയും. And the nation of Israel was split into Israel and Judah. അപ്പോൾ യഹൂദയോട് യെരമ്യാ പ്രവാചകൻ മടങ്ങി വരാനായിട്ട് ഒരു ദൂത് പറഞ്ഞു. And Jeremiah the prophet is telling the tribe of the nation of Judah to be able to return. അടുത്ത സെഷൻ ഇസ്രായേലിനോട് ഹോശേയയിലൂടെ മടങ്ങി വരാൻ ഒരു ദൂത് കർത്താവ് കൊടുത്തു. And the next through the prophet Hosea, he is telling Israel to repent and return. അതിന് 3-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, And when you read Jeremiah chapter 3 verse 10, ഇതെല്ലാമായിട്ടും and despite all of this, വിശ്വാസപാതകിയായ സഹോദരി യഹൂദ, and you who is an unfaithful sister of Judah, കപടമായിട്ടല്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കലേക്ക് മടങ്ങി വന്നിട്ടില്ല. did not return to me with all her heart.
ഹല്ലേലൂയ. പുറമേ നോക്കിയാൽ മടങ്ങിവരവുണ്ടോ? But if you look on the outside, is there a repentance? പ്രവാചകനെ അയച്ചത് വേറെ നന്മ പകരാനല്ല. And he sent the prophet not for some great blessing. കൃപയുടെ കാലം വന്നിരിക്കുന്നു, അതെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ മടങ്ങി വരാൻ ഒരു സമയം കൊടുക്കുകയാണ്. And when he says that the time of grace is coming, if not, it is appointed, and here it is giving them a chance for repentance. ഇസ്രായേൽ നിങ്ങളെ അനൈക്യത കൊണ്ട് ഇത് രണ്ടായി മാറി. And Israel, because of your unfaithfulness, this has split into two. രണ്ടുപേരും എന്റെ മക്കളാണ്. Both are my children. പക്ഷെ ഞാൻ പ്രവാചകന്മാരെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുകയാണ്. But I am sending the prophets to you. അന്ന് പ്രവാചകന്മാരുള്ള ദൈവത്തിന്റെ വചനം ഇല്ലായിരുന്നു. And then there was only the prophets. There was no written word of God. ഇന്ന് വചനം നമ്മുടെ കയ്യിലുണ്ട്. And today we have the written word of God in our hands. ദൈവത്തിന്റെ കേൾവി നമ്മുടെ കയ്യിലുണ്ട്. And we have the opportunity to hear the word of God. പ്രവാചകന്മാർ ഇഷ്ടം പോലുണ്ട്. And we have plenty of prophets in our midst. എന്നാൽ മടങ്ങി വരവിനുള്ള ദൂത് കൊടുക്കുന്ന പ്രവാചകന്മാരെ തിരിച്ചറിഞ്ഞ് But you need to discern the prophets that speak of repentance പൂർണ്ണ ഹൃദയത്തോടെ മടങ്ങി വരുവാൻ and return with all of your heart. യെരമ്യാ അവരോട് പറയുകയാണ്. Jeremiah is telling them, നിങ്ങൾ വന്നത് കപടമായിട്ടാണ് വന്നത്. and what you have come with is half-hearted. ഈ കപടത കൊണ്ട് എനിക്ക് നിങ്ങളെ വിടുവിപ്പാൻ കഴിയില്ല. And because of this false pretense, I cannot redeem you. എനിക്ക് കരുണ കാണിപ്പാൻ കഴിയില്ല. I cannot show grace and mercy to you. ഇന്ന് താഴോട്ട് വാക്യം വായിക്കുമ്പോൾ But as you read further down, 11-12 വാക്യം വായിക്കുമ്പോൾ in verses 12 and 13, വിശ്വാസത്യാഗിനിയായ 11 യഹൂദയേക്കാൾ നീതിയുള്ളവളെന്ന് യഹോവ എന്നോട് അരുളി ചെയ്തു. ആരോട്? ഇസ്രായേൽ. and he says, faithless Israel is more righteous than unfaithful Judah. ആമേൻ. താഴോട്ട് വായിക്കുമ്പോൾ സ്തോത്രം. എനിക്ക് കരുണ കാണിപ്പാൻ യഹോവ ഞാൻ നിങ്ങളോട് കോപം കാണിക്കയില്ല, ഞാൻ കരുണയുള്ളവൻ, എന്നേക്കും കോപം സംഗ്രഹിക്കയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. And God says that I will not frown on you any longer, for I am faithful and I will not be angry with you രക്ഷയുടെ forever. ഒരു കാലമുണ്ടായിരുന്നു. Amen. അത് കൃപയുടെ കാലം നമ്മളെ വിടുവിച്ചു. And there was a time of grace where we were delivered. വീണ്ടെടുത്ത ഒരു കാലമുണ്ടായിരുന്നു. And there was a time where we were brought back. നഷ്ടപ്പെട്ടതൊക്കെ തിരികെ തന്ന ഒരു കാലം. And that time where everything we had lost, He had restored ഇന്നും back. നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുത്തു വരുന്ന ഒരു ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. And even there's a plan today that brings restoration to that which is lost. സമയം അടുത്തിരിക്കുന്നത് കൊണ്ട്, But because the time is here, സമയം വന്നിരിക്കുന്നത് and കൊണ്ട് because the time is here, മനസ്സാന്തരപ്പെടേണ്ട സമയമാണ്. it is a time for repentance. ഓ സീസൺ ഓഫ് റിപ്പന്റൻസ് ആണ്. മനസ്സാന്തരത്തിന്റെ ഒരു കാലമാണ്. It is that season of repentance. അതുകൊണ്ട് അവന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ So therefore, when we come to His presence, കപടമായിട്ട് വരരുത്. and do not come എനിക്ക് half-heartedly, കരുണ കാണിക്കാൻ കഴിയുകയില്ല. എനിക്ക് കരുണ കാണിക്കാൻ He കഴിയുകയില്ല. cannot show faithfulness. ഇത് സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ And just as He said in the Psalm, എനിക്ക് പകയുണ്ട്, and ദേഷ്യമുണ്ട്, I have anger, ഹേറ്റർനെസ് ഉണ്ട്, I have bitterness, അവൻ ഇതൊക്കെ ഉണ്ട്. I have all of these കാരണം things, അവൻ എന്നോട് bitterness ആ കാണിക്കുന്നേ. because He is showing me bitterness. അതുകൊണ്ട് ന്യായമായിട്ട് ഞാൻ അങ്ങനെയല്ലേ കാണിക്കണ്ടേ? And so shouldn't I rightfully show it in return? നിന്റെ നിരൂപണത്തെ ദൂരത്തുനിന്ന് അറിയുന്ന കർത്താവ്, And the God who knows your thoughts from afar, കർത്താവ് നിന്റെ നിന്റെ ശത്രുക്കളെ സ്നേഹിക്കാൻ പറയുന്ന കർത്താവ്, and Christ who tells you that you should love your enemies. പകയും വെറുപ്പും bitterness-ഉം കൊണ്ട് അവൻ ഒരു ജനം, വലിയ ജനം മരുഭൂമിയിൽ പെട്ടുപോയി. And because of bitterness and anger, a great multitude of people perished in the ഞാൻ wilderness. അവർക്ക് ഒത്തിരി കൊടുത്തിട്ടുണ്ട്. And because I gave them so much, പക്ഷെ അവരൊന്നും കനാനിലെത്തിയിട്ടില്ല. but none of them were able to reach അതിന് Canaan. കാരണം അവരുടെ ഇടയിലുള്ള പകയായിരുന്നു, And the reason was because of the division and anger within them, വിദ്വേഷമായിരുന്നു. the bitterness that was in them. പുറമേ നോക്കിയാൽ ഒരു കൊടക്കീഴിലാണ്, And if you look at them from the outside, they are under an ഒരു umbrella. സ്നാനം, One ഒരു baptism. പാറയിൽ നിന്ന് കുടിച്ചു, And they drank from one rock. ദൈവം കൊടുത്ത് മഞ്ഞ ഭക്ഷിച്ചു. And they ate the manna that was given to പക്ഷേ them. അവരെ എത്തിയില്ല, Amen. അവരെ എത്തിയില്ല. But yet they did not മനുഷ്യരുടെ return. ദൈവമക്കളെ ഹല്ലേലൂയ. They did not reach. They died in the wilderness. അതുകൊണ്ട് ഇന്ന് സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ And so as it is said in the Psalm, ധൈര്യത്തോടെ ദൈവസന്നിധി വരണം. that let us come boldly before the ഇതിനകത്ത് presence of ഭക്ഷിക്കുമ്പോൾ God. പാനം ചെയ്യുമ്പോൾ And that when you eat and when you partake, തമ്പുരാനോട് പറയണം, you need to tell the എന്റെ Lord, ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യണമേ.
And do not examine the charity of പുറമേയുള്ള your പ്രകടനമല്ല ചോദന ചെയ്യേണ്ടത്. and do not look at the outward display. ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യണമേ. But Lord, examine my heart. എന്നിട്ട് നമുക്കൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കാം. And let us pray a prayer. വ്യസനത്തിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ, Lord, if there is anything in my നിത്യതയ്ക്ക് heart, തടസ്സമായിട്ട് എന്തെങ്കിലും is ഉണ്ടെങ്കിൽ there anything that's a എന്നെ hindrance? ഒന്ന് കാണിച്ചു തരണമേ. Lord, show it to me. ഞാൻ തയ്യാറാകത്താവേ. Lord, I am ready. കപടമായിട്ടല്ല, And Lord, not unfaithful, കപടമില്ലാതെ നിന്റെ സന്നിധിയിൽ but വരികയാണ്. I come with faithfulness. നിനക്ക് എന്നോട് കരുണ കാണിക്കാൻ കഴിയും. Lord, you can show mercy on me. ദൈവം പറഞ്ഞു, ഞാൻ കോപിക്കുകയില്ല, And Lord, I will not be ഞാൻ angry. കോപം കാണിക്കുകയില്ല, And the Lord said, I will not ഞാൻ show കരുണയുള്ളവനാണ്. anger. I'm a God of compassion. ഞാൻ നിന്റെ സന്നിധിയിലേക്ക് വരികയാണ്. And Lord, I come into your presence. ന്യായാധിപന്മാരുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ And when we study the book of Judges, 6-ാമത്തെ 1-ാം വാക്യം വായിക്കുമ്പോൾ chapter 6, verse 1, അവിടെ ഒരു പദം കാണാൻ കഴിയും. and we can see a phrase there ഇസ്രായേൽ മക്കൾ that the children of Israel, പിന്നെയും, they again, എന്താ പിന്നെയും? what is that again that's there? ഓരോ ജഡ്ജസിനെ തെരഞ്ഞെടുത്തപ്പോഴും പിന്നെയും പിന്നെയും പറഞ്ഞതാണ്. And whenever a new judge was chosen, we see the word again and again and again written there. ഇന്ന് പകരം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. And this afternoon, let us think. ഇസ്രായേൽ മക്കൾ പിന്നെയും അനിഷ്ടമായുള്ളത് ചെയ്തു. And the Israelites did again what was evil in the sight of the Lord. 7 സംവത്സരം കൂടെ അവരെ പീഡിപ്പിച്ചു. And they were, for 7 more years, they were given. ഇസ്രായേൽ മക്കളെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ എന്താ അനിഷ്ടമായത്? And when we talk about the Israelites, what did they do that was evil? ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത്. That you may not have any other gods but me. എന്റെ ആരാധനയല്ലാതെ വേറൊരു ആരാധന നിനക്കുണ്ടാകരുത്. And do not worship anything other than worshiping എന്റെ me. സുവിശേഷമല്ലാതെ വേറൊരു സുവിശേഷം നിങ്ങളെ കവർന്നു കളയരുത്. And do not let another gospel come and infiltrate you other than the gospel that I give you. ഇതിനകത്തുനിന്ന് ഒരു വള്ളി പുള്ളി മാറ്റി വയ്ക്കരുത്. And do not change one jot or tittle out of the word ഈ of God. വിഷയത്തിൽ ഒരു കോംപ്രമൈസും വേണ്ട. That there be no compromise in the word of God. എന്നേക്കാൾ അധികമായി എന്തെങ്കിലും നീ സ്നേഹിക്കുന്നെങ്കിൽ, If you love anything more than me, എന്റെ ആരാധനയേക്കാൾ അധികമായി എന്തെങ്കിലും നീ if സ്നേഹിക്കുന്നെങ്കിൽ, you love anything more than the worship of me, ഏതെങ്കിലും ഒന്ന് മുൻഗണന കൊടുക്കുന്നുവെങ്കിൽ, if you give importance to anything else, കപടമില്ലാതെ അവന്റെ മുമ്പിലേക്ക് വരണം. then you need to come with faithfulness. ഇതുവരെ ചെയ്തവൻ കോപം കാണിക്കത്തില്ല. And whatever you have done, he will not show anger to you. ദൈവമക്കളെ, സമയം അടുത്തിരിക്കുന്നു. Because the time is drawn near. എന്നാണെന്ന് പറയാൻ ഒക്കുകയില്ല. We do not know when. സഭായോഗം നടക്കുമ്പോൾ ചിലപ്പോ കണ്ടേക്കാം. It may be during the time of worship. വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ കണ്ടേക്കാം. It may be even before you reach your ഇത് home. കേൾക്കാൻ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യാം. But before then, let's examine ഓ, our heart. അതേ കൃപയുടെ കാലം, അതേ സമയം അടുത്തിരിക്കുന്നു, അത് വന്നിരിക്കുന്നു. Because the time and the season of grace has come and it is already here. ആമേൻ, ഹല്ലേലൂയ. പാട്ടുകാരൻ പാടിയിട്ടില്ലേ? Haven't you heard what the singer has said? ജീവിതമൊന്നും ശരി ഇന്നും അല്ലേ, അന്നും അല്ല ഒന്നും, ജീവിതമെന്നും ശരിയായിട്ടില്ല, ജീവിപ്പിക്കും കർത്തനെ, തിക്കും വേണ്ടുന്നതൊക്കെയും. ആമേൻ. നമ്മൾ എത്ര നാൾ കൊണ്ട് ഇത് പാടുന്നു? And how long have we been singing these words? തെറ്റാണെന്നല്ല പറയുന്നത്. And it's not wrong, is what I'm പാടാൻ saying. പ്രാർത്ഥിയോടെ നിന്ന് ദൈവസന്നിധിയിൽ പാടണം. But we need to sing with an authority and a worthiness in the presence of God. കർത്താവേ, നിന്റെ വരവേറ്റവും ആസന്നമായിരിക്കുന്നു. Because the Lord's time is very near. ഇന്ന് ശരിയാകാൻ സമയമുണ്ട്. And we still need to get right. എന്റെ മനോനിരൂപണങ്ങളെ അറിയുന്ന ഒരു ദൈവമാണ്. And God, you are one who knows my thoughts. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ കർത്താവ് പ്രകാരം അവരോട് പറഞ്ഞു, And it is written in the book of Genesis. നിങ്ങളെ സൃഷ്ടിച്ചതുകൊണ്ട് ഞാൻ അനുതപിക്കുകയാണ്. And because I have created you, I am കാരണം repenting. നിന്റെ നിരൂപണമൊക്കെ ദോഷമുള്ളതെന്ന് ഞാൻ കാണുന്നു. Because I see all of your thoughts are filled with wickedness. പിന്നീട് വന്നപ്പോ പ്രവാചകൻ നമ്മളോട് പറയുകയാണ്, And after that, the prophet is saying, അയ്യോ, അതുകൊണ്ട് അവൻ കോപം കാണിക്കത്തില്ലെന്ന്, and that he will not show anger. അവൻ നിന്നോട് ദേഷ്യപ്പെടത്തില്ല, He will not be angry with you. കപടതയില്ലാതെ അവന്റെ മുമ്പിലോട്ട് വാ.
glory. Hallelujah. Praise the Lord. നമ്മുടെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറമായി, പ്രതീക്ഷകൾക്ക് അപ്പുറമായി, and over and above all of our calculations or our understanding. നമ്മുടെ കാര്യങ്ങളൊക്കെ തകിടം മറിച്ചുകൊണ്ട് ഇതാ കർത്താവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. And all of our circumstances are being overturned because of his return. ലോകത്തിലുള്ളതെല്ലാം സമയ അനിശ്ചിതത്വങ്ങളാകുമ്പോൾ നിശ്ചയമായി വരുവാനുള്ളവൻ വരും. And the one who must return will return for sure. അതുകൊണ്ട് ഒന്നാമത് നമ്മുടെ നാളുകളെ ഒന്നെണ്ണാം. So first we need to be able to number our days. മോശയുടെ പ്രാർത്ഥനയെ കടമെടുക്കുകയാണ്. And I'm borrowing the prayer of Moses. ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കേണ്ടതിന്, Lord, to be able to gain a heart of wisdom. തിയോളജി ഞാൻ എൻഗേജ് എടുത്തത് കൊണ്ടായില്ല. And it's not because I took a theology ഏതെങ്കിലും MBA. പഠിപ്പ് കൊണ്ടോ പണം കൊണ്ടോ അവൻ ആകുന്നില്ല. It's not because of my education or wealth. കർത്താവേ, ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കുവാൻ, Lord, to be able to gain a heart of wisdom. എന്റെ നാളിനെ എണ്ണാൻ എന്നെ ഒന്ന് പഠിപ്പിക്കണമേ. Lord, please teach me to number my days. എന്നെ ഒന്ന് ഉപദേശിക്കണമേ. Lord, teach me. ഹൃദയം തകർന്ന മോശ അവന്റെ സഹോദരന്റെ അവന്റെ ബോഡിക്കടിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, And as a broken-hearted Moses is standing under his staff and praying, എന്റെ നാളുകൾ എന്നിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നില്ല. Lord, I don't know how many days I have left. എന്നെ ഒന്ന് ഉപദേശിക്കണമേ. Lord, but teach me. കാരണം നിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. Because your return അടുത്ത് വന്നിരിക്കുന്നു. Lord, it is coming near. ആ ജ്ഞാനം പ്രാപിച്ച് Lord, to receive എന്റെ that പ്ലാനും wisdom. പ്രോഗ്രാമും ഒന്ന് സെറ്റ് ചെയ്യാൻ, Lord, to be able to plan my days. ഒന്ന് നാളുകളെ എന്നെ ഉപദേശിക്കണം. Lord, first teach me to number my days. അതിനനുസരിച്ച് നമ്മുടെ പ്ലാനും പദ്ധതിയും ചെയ്യണം. And then second is to adjust our plans and our ways. നമ്മുടെ പ്ലാനും പദ്ധതിയും What are our plans and our ways? ദിനത്തോറും കപടമില്ലാതെ മാനസാന്തരത്തിന്റെ കാലം ഉള്ളിടത്തോളം കാലം അവന്റെ സന്നിധിയിലേക്ക് വരണം. And to be able to come faithfully in the presence of God without idolatry. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. റോമാലേഖനം 12 വാക്യത്തിൽ പറയുന്നത് പോലെ, And as it is written in Romans chapter 12. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. റോമൻ 12 വാക്യത്തിൽ പ്രകാരം വായിക്കുന്നത്, Romans 12 verse 2 we read, ലോകത്തിന് അനുരൂപരാകാതെ that do not to be conformed to the ways of the നന്മയും world. പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതമെന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി ഒന്ന് രൂപാന്തരപ്പെടാൻ. But to know what is the good and acceptable will of God, we need to renew our mind. ഒരു സീസൺ നമുക്ക് വന്ന് കാത്തിരിക്കുകയാണ്. And we are awaiting a season. പ്രകൃതി നിയമങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു സീസൺ. A time where all of the seasons are being jumbled up. യെശയ്യാ 6:11 വാക്യങ്ങൾ കാണാൻ കഴിയും. And in the book of Isaiah chapter 11 verses 6 through 9. ആമേൻ, സ്തോത്രമല്ല. ഈ പ്രകൃതി നിയമങ്ങളെല്ലാം മാറ്റിമറിച്ച് And a time where all of the seasons are Amen. being changed. ചെന്നായി കുഞ്ഞാടിനോട് പാർക്കുന്ന ഒരു കാലം, Where the wolf will lay down with the lamb. പുള്ളിപ്പുലിക്കായ കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കുന്ന കാലം, And the leopard will lie with the goat. പശുക്കിടാവും മാനസികവും തടിപ്പിച്ചവർക്ക് ഒരുമിച്ച് പാർക്കുന്ന ഒരു കാലം, A time where the little child will lead both of them. ഒരു ചെറിയ കുട്ടി അതിനെ നടത്തുന്ന ഒരു കാലം. A time where that small child would lead them. ഓ, അനിശ്ചിതത്വത്തിൽ നിന്ന് സുനിശ്ചിതത്വത്തിലേക്ക് നടത്തുന്ന ഒരു കാലം. A time where the infant will play. ഇന്ന് അനിശ്ചിതമായി തോന്നുന്നോ നമ്മുടെ ജീവിതം, നമ്മുടെ കാലഘട്ടം? അവ ഇതാ ആസന്നമായിരിക്കുന്നു, നിശ്ചിതമായ ഒരു കാലമാണ്. And do we think that we have arrived here? We must know that this is a time that is coming. അവിടെ നമുക്ക് സ്തോത്രം, വെളിപ്പാട് പുസ്തകം, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അതിന്റെ ആമേൻ, സ്തോത്രം, 20 അധ്യായം, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ, 22 അധ്യായം അതിന്റെ 10 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. And when we read Revelation chapter 22 verses 10 and forward. അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാ ഞാൻ വേഗം വരുന്നു. Behold, I come quickly. നമ്മുടെ മുമ്പിലുള്ള തിരുമേശ രണ്ട് കാര്യങ്ങളെ അറിയിക്കുന്നു. And the Lord's table before us reminds us of two things. അത് ഇതുവരെയും വന്നിട്ടില്ല. That he has not returned yet. ആമേൻ, രണ്ടാമതായി കാലം വന്നിരിക്കുന്നത് കൊണ്ട്, And the second thing is because the season is here. വിശുദ്ധൻ എന്ന് തോന്നുന്നുവെങ്കിൽ ഇനിയും വിശുദ്ധീകരിക്കട്ടെ.
that if those who believe that they are holy, let them be holy. ഇതിലേക്ക് കൈനീട്ടിയത് ഭക്ഷിച്ച് പാനം ചെയ്യുമ്പോൾ And when you extend your hand to partake in this, നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ശോധന ചെയ്യണം. we need to examine our heart. അവൻ നമുക്ക് വേണ്ടി മരിച്ചത് കാൽവരി ക്രൂശിൽ പടഞ്ഞത്. And the reason why he died and suffered on that cross. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കേവലം ഒരു രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രമല്ല. And as I always say, it is not simply for the healing of our disease. നമ്മുടെ കടഭാരങ്ങൾ മാറ്റുന്നതിന് വേണ്ടി മാത്രമല്ല. And it is not so that our debts can be removed from us. കരുണ കാണിക്കുവാൻ അവന്റെ രക്തം ചൊരിഞ്ഞു. And he showed his kindness and mercy towards us through the shedding of his blood. നമ്മളോട് അവൻ കോപിക്കുകയില്ല. And he will not be angry at us. അവൻ കപടതയില്ലാതെ അവന്റെ സന്നിധിയിലേക്ക് വടങ്ങുമെന്ന് ഏറ്റുപറയുവാൻ കഴിയുന്നെങ്കിൽ, That if we come with no deception and to be able to confess in his presence. കർത്താവേ, എനിക്ക് തോന്നുന്നു ഞാനൊരു വിശുദ്ധനാണ്. And the Lord, I think that I am righteous. ഞാൻ ചെയ്യുന്നതൊക്കെ നീതിയാണെന്ന് ഞാൻ തോന്നുന്നു. Lord, everything that I do is right, I believe. ഞാൻ നീതിമാൻ ഇനിയും തന്നെ നീതീകരിക്കേണ്ടതായിട്ട്. But let the one who believes he is righteous continue to do righteousness. നീതിയെക്കുറിച്ച് ഞാൻ പിന്നെ ഒരു ദിവസം എടുക്കാം. I will speak about righteousness on another നീ day. വിശുദ്ധനാണെന്ന് തോന്നുന്നുണ്ട്. But if you believe that you are holy, എങ്കിലും എന്റെ നിരൂപണങ്ങളെ അറിയുന്ന ഒരു കർത്താവിന് മുമ്പ് ഞാൻ നിൽക്കുമ്പോൾ, but as I stand before a God who knows all of my thoughts and ways, ഞാൻ നിന്നെ തന്നെ ഒന്ന് വിശുദ്ധീകരിക്കാൻ സമർപ്പിക്കുന്നു. and Lord, I surrender myself for holiness, Lord. ഇന്ന് പകൽ വായിച്ച സങ്കീർത്തനവും ഇന്ന് പകൽ കാലത്തെ ഈ ആലോചനയും, And that the Psalms that we read earlier today in this word, ദൈവമക്കളെ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് തറയ്ക്കട്ടെ. Lord, let this be established in our heart. ലോകത്തിന്റെ ആലോചന അനുസരിച്ച് ഞാൻ പകയ്ക്കേണ്ടത് എന്നോട് പകയ്ക്കുന്നവരോട് ഞാൻ പകയ്ക്കണം. And according to the world's standard, I need to seek revenge for those that do evil to me. എന്നോട് കയ്പുള്ളവരോട് എനിക്ക് കയ്പ് തോന്നണം. That those that show bitterness to me, I need to show bitterness to them. എങ്കിലും എന്റെ കർത്താവേ, നിന്റെ വചനത്തിൽ ഞാൻ കാണുമ്പോൾ, But Lord, when I examine your word, എന്റെ നിരൂപണം നീ അറിയുമ്പോൾ, because when you know my thoughts from afar off, നിന്റെ മരണത്തിനും ആവേശത്തോട് ഉയർത്തെഴുന്നേൽപ്പിന് മുമ്പേ കാൽവരി ക്രൂശിന് മുമ്പേ ഞാൻ നിൽക്കുമ്പോൾ, and as I stand in the light of your resurrection and before your cross, നീ പറഞ്ഞൊരു വാചകം എന്റെ ഹൃദയത്തിലേക്ക് വരുന്നു. there is a word that you spoke that comes to my heart. ഇവർ ചെയ്യുന്നതും പറയുന്നതും ഇന്നതെന്ന് അറിയായകൊണ്ട്, And Lord, because what they say and what they do not know. ഇവരോട് ക്ഷമിക്കണമേ. Lord, please forgive them. അവർ പകയ്ക്കുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല. Lord, and they do not know what they are doing and the wickedness that they are doing. കോപിക്കുന്നത് എന്തിനാണെന്ന് അറിയുന്നില്ല. Lord, they don't know why they're angry. കയ്പ് വച്ചിരിക്കുന്നത് എന്തിനാണെന്ന് Lord, അറിയുന്നില്ല. they do not know what the bitterness is within them. അവരോട് ക്ഷമിക്കണമേ. But Lord, please forgive them. ഞാനത് പറഞ്ഞിട്ട് കർത്താവിനോട് പറയണം. And after I have said that, I need to say to the കർത്താവേ, Lord, എന്റെ ഹൃദയത്തെ ഒന്ന് ശോധന ചെയ്യാം. Lord, please examine my heart. ഞാൻ ഏൽപ്പിച്ചു തരുന്നു. Lord, I give it to you. ലോകത്തെ ഇളക്കി മറിച്ചൊരു വാചകമാണ്. And that was a word that turned the world upside കഴിഞ്ഞ down. മാസം കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകത്തെ മാറ്റിമറിച്ചൊരു വാചകമാണ്. And these last few days, this was a word that has turned the world upside down. ആമേൻ. അടുത്ത കാലത്ത് ക്രിക്കിന്റെ ഭാര്യ പറയുമ്പോഴും ഗ്രഹാം സ്റ്റേറ്റ്സിന്റെ ഭാര്യ ഇത് പറയുമ്പോഴും ആമേൻ സ്തോത്രം, ലോകത്തിന് ഒരു ഉണർവുണ്ടാകുവാൻ കാരണമായെങ്കിൽ, And if those words that were said by Charlie Kirk's wife and Graham Stain's wife was able to bring a revival across the nation, നമ്മുടെ ഭവനത്തിനകത്ത് സഭയ്ക്കകത്ത് ഒരു ഉണർവുണ്ടാകുവാൻ, and in order for the revival to happen within our homes and our churches, മുമ്പുള്ളവയൊന്നും ഓർക്കേണ്ട ദൈവമക്കളെ, and do not remember the things that are former. നിനക്ക് വേണ്ടി പുതിയതൊന്ന് ചെയ്യാൻ പോവാ. He is here to do something new for you. പഴയതൊന്നും ഓർക്കാതെ, Do not remember the old, പരുവതനെ കുറിച്ച് നിരൂപിക്കാതെ, and do not think and reflect upon the old. നിർജ്ജന പ്രദേശത്ത് ഞാൻ ഒരു വഴി ഒരുക്കാൻ പോവാ നിനക്ക്. And I will make a way forward in the dry and desert places. മരുഭൂമിയിൽ അസാധ്യമായിട്ട് ഞാൻ ഒരു വഴി ഒരുക്കാൻ പോവാ. And I will make an impossible road in the dry, dusty desert. കോപം കാണിക്കുന്ന ദൈവമല്ല, I am not a God who remains angry. കര കാണിക്കാൻ തയ്യാറാണ്. I am ready to show you compassion. അതേ മാനസാന്തരത്തിന്റെ കാലം വന്നിരിക്കുന്നു. Because the season of repentance is here. അവസാനത്തെ കാലം കർത്താവിന്റെ വരവിന്റെ കാലം വന്നിരിക്കുന്നു. And the last season is the time for his return. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. Let us be prepared for നമ്മുടെ that. നാളുകളെ എണ്ണാം. Let us count our ഓ, days. ആ എണ്ണ നാളുകളെ എണ്ണി അതിനനുസരിച്ച് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. And let us plan according to the numbering of our days. ഞാൻ ഇവിടെ ജോലി ചെയ്യുമ്പോൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് അവധിയെടുക്കാറുണ്ടല്ലോ. And when I myself work, I make plans to take off. അവന്റെ വരവിന് വേണ്ടി നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. But let